ADGP MR അജിത് കുമാറിനോടുള്ള CPI നിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശ്വാസ്യമല്ലാത്ത ചില നടപടികൾ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തുടർച്ചയായി RSS നേതാക്കളെ കണ്ടു. തൃശൂർ പൂരം തൃശൂരിന്റെ ദേശീയ ഉത്സവമാണ്. അത് അലങ്കോലമാക്കുന്നത് അജിത് കുമാറിനെ തടയാൻ ആയില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ചുമതലയിലുള്ള മന്ത്രി പലതവണ വിളിച്ചിട്ടും അജിത് കുമാർ ഫോണെടുത്തില്ല. ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. അത് ADGP MR അജിത് കുമാർ പാലിച്ചിട്ടില്ല. സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ CPIഎമ്മുമായി ആലോചിക്കേണ്ടി വരും, അല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPI നിലപാട് പറയും. ഇത്തരം വിഷയങ്ങൾ സർക്കാരിന്റെ നയമായി വരുമ്പോൾ CPIയോട് ആലോചിക്കേണ്ടി വരും. ആലോചിച്ചേ പോകാൻ പറ്റൂ. CPIയെ ഒഴിവാക്കിക്കൊണ്ടുപോകാൻ LDFന് കഴിയില്ല. ആ ഘട്ടം വരുമ്പോൾ CPIക്ക് നിലപാടുണ്ടെന്ന കാര്യം CPI പറഞ്ഞിരിക്കുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അജിത് കുമാർ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും ഒരു ആശാസ്യമായിട്ടുള്ളതാണെന്ന് നിങ്ങൾ കാണുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രണ്ട് നിലപാടുകൾ. ഒന്ന്, ആവർത്തിച്ച് പോയി RSS നേതാക്കന്മാരെ കൂടിക്കണ്ട കാര്യം, അതൊരു ചെറിയ കാര്യമല്ല. രണ്ട്, തൃശ്ശൂർ പൂരം, തൃശ്ശൂരിൻ്റെ സാംസ്കാരികോത്സവത്തിൻ്റെ പേരാണ് തൃശ്ശൂർ പൂരമെന്ന്. ഒരു ജാതി മത പ്രശ്നമല്ല. ആ പൂരത്തിൻ്റെ നിർണായക ദിവസം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ഉത്തരവാദിത്ത ബോധം അദ്ദേഹം പാലിച്ചിട്ടില്ല. തൃശ്ശൂരിൻ്റെ മന്ത്രി, ചുമതലയുള്ള മന്ത്രി സഖാവ് K. രാജൻ പലതവണ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ പോലും എടുത്തില്ല. ആ ഓരോ പ്രവൃത്തികളും നോക്കുമ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ, അത് ഉദ്യോഗസ്ഥ മഹിമയല്ല. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു IPS ഉദ്യോഗസ്ഥൻ ആദ്യത്തെ കൂറ് കാണിക്കേണ്ടത് ഭരണഘടനയോടാണ്. ആ ഭരണഘടന ഏൽപ്പിച്ച കർത്തവ്യബോധമാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും. അത് IPSകാർക്കും IASകാർക്കും എല്ലാം ബാധകമാണ്. അവരെല്ലാം ആർജിക്കുന്ന എല്ലാ അധികാരങ്ങളും അത് കൊടുത്തതാണ്, ഈ പറയുന്ന ഭരണഘടന കൊടുത്തതാണ്. ആ ഭരണഘടന ഉണ്ടാക്കിയതാരാ? നേതാക്കന്മാരോ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ അല്ല. അതുണ്ടാക്കിയത് വി ദ പീപ്പിളാണ്. വി ദ പീപ്പിൾ രൂപം കൊടുത്ത ഭരണഘടന. ആ ഭരണഘടനയുടെ മൗലിക ധർമ്മങ്ങളെ ഉയർത്തിപ്പിടിക്കലാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കടമ. ആ കടമയോട് ചില ഉദ്യോഗസ്ഥന്മാർ കൂറ് കാണിക്കുന്നില്ല. ഇവിടെ അത് കാണിച്ചിട്ടില്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ. ഡൽഹിയിൽ അത് കാണിക്കുന്നില്ല ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അവർക്കെല്ലാം അതാത് കാലത്തെ രാഷ്ട്രീയ മേലാളന്മാരെ കണ്ട് അവരുടെ പക്കൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് മെടുക്കാൻ ശ്രമിക്കുന്ന നീക്കമാണ് നടത്തുന്നത്. അത് നല്ലതാണ്. കേരളത്തിൻ്റെ വഴി അതല്ല. കേരളത്തിൻ്റെ സിവിൽ സർവീസിനും കേരളത്തിൽ ഇവർക്കെല്ലാം ഓൾ ഇന്ത്യ കാഡർ, എനിക്കതൊക്കെ അറിയാം. പക്ഷേ ഓൾ ഇന്ത്യ കാഡറാണെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പൊതുവേ പാലിക്കുന്ന ഉന്നതമായിട്ടൊരു നിലവാരമുണ്ട്. അത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബോധത്തിൻ്റെ, അത് പാർട്ടി പൊളിറ്റിക്സ് അല്ല, അതിൻ്റെ എല്ലാം വെളിച്ചത്തിൻ്റെ അംശങ്ങളുണ്ട് അതിനകത്ത്. അതിന് മാനിച്ചുകൊണ്ട് മാത്രമേ ഇവിടുത്തെ എല്ലാവരും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും ബാധകമാണ്. അത് അദ്ദേഹത്തിനും ബാധകമാണ്. അല്ല, ഇത്തരം വിഷയങ്ങൾ സർക്കാരിൻ്റെ നയമായിട്ട് വരുന്ന ഘട്ടങ്ങളിൽ എൻ്റെ വിശ്വാസം അങ്ങനെ വേണം താനും CPIയോടും ആലോചിക്കേണ്ടി വരും. ആലോചിച്ചേ പോകാൻ പറ്റും. അല്ല, ചില CPIയെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ പോകാൻ LDFന് പറ്റില്ല. അതെനിക്കറിയില്ല. ആ ഘട്ടം വരുമ്പോൾ CPI നിലപാട് CPIക്ക് ഉണ്ടെന്ന കാര്യം CPI പറഞ്ഞിരിക്കും. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ആ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ CPI നിലപാട് CPI പറഞ്ഞിരിക്കും.